നമസ്കാരം. ഇന്ന് നമ്മൾ അമേരിക്കയിലെ ഒരു തുറമുഖം, ബാൾട്ടിമോർ എന്ന ഒരു തുറമുഖം കാണാൻ വേണ്ടിയാണ് പോകുന്നത്. തുറമുഖം എന്ന് പറയുമ്പോൾ വളരെ ചരിത്ര പ്രാധാന്യമുള്ളതും അമേരിക്കൻ ചരിത്രത്തിലെ എല്ലാ സമരങ്ങളിലും അതിൻ്റേതായ തുറമുഖ പങ്കാളിത്തം ഉറപ്പുവരുത്തിയ ഒരു തുറമുഖമാണ്. അവിടെ ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തിൽ പങ്കെടുത്ത കപ്പലും മുങ്ങിക്കപ്പലും അതുപോലെ തന്നെ അവിടെയുള്ള ഒരു ഹൈറ്റ് കൂടിയൊരു ട്രേഡ് സെൻറ്ററും ഒക്കെ കാണാനുണ്ട്. നല്ലൊരു ബീച്ചാണ്, മനോഹരമായ കാഴ്ചകളാണ്. ഏതായാലും നമ്മൾ അങ്ങോട്ട് പോയി നോക്കുക. മുങ്ങിക്കപ്പൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ പ്രത്യക്ഷത്തൊരു മുങ്ങിക്കപ്പലൊന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്ത ഒരു കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു കപ്പലുമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ തുറമുഖം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു തുറമുഖം തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ യാത്ര ബാൾട്ടിമോർ എന്ന തുറമുഖത്തേക്കാണ്. നിങ്ങളും എൻ്റെ കൂടെ ഈ യാത്രയിൽ പങ്കെടുക്കാൻ വരൂ. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റായ മേരിലാൻഡിലാണ്. മേരിലാൻഡിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് ഈ ബൾട്ടിമോർ. ഈ ബൾട്ടിമോറിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. ഒരു തുറമുഖമാണ്. ആ തുറമുഖത്ത് നമുക്കറിയാം ഒരുപാട് ഷിപ്പുകൾ അതുപോലെ തന്നെ ബോട്ട് സർവീസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോന്നോരോന്നായി നമുക്ക് കാണാൻ പറ്റും. അമേരിക്കയിലെ വെറൈറ്റി കാഴ്ചകളാണ് ഈ സിറ്റിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ബൈ. ഈ തുറമുഖ സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകൾ ഈ സിറ്റിയിൽ തലയുയർത്തി നിൽക്കുന്ന ട്രേഡ് സെൻ്ററാണ്. വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ ഏതാണ്ട് അതേ ആനുപാതികത്തിൽ അതേ മാതൃകയിൽ പണിതീർത്ത ഒരു വേൾഡ് സെൻ്ററാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഹൈറ്റ് കൂടിയ ഈ കെട്ടിടം വളരെ ദൂരത്ത് നിന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. വളരെ മനോഹരമായ ഈ കെട്ടിടവും അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു മുങ്ങിക്കപ്പലാണ്. ഈ മുങ്ങിക്കപ്പൽ പ്രധാനമായിട്ടും യുദ്ധകാലഘട്ടത്തിൽ ശത്രുക്കളുടെ കാഴ്ചയിൽപ്പെടാതെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മുങ്ങിക്കപ്പലുകൾ. അപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയൊരു മുങ്ങിക്കപ്പൽ അല്ലെങ്കിൽ പോലും അമേരിക്ക പല ഘട്ടങ്ങളിലും യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ച ഒരു ചെറിയ മുങ്ങിക്കപ്പലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും പുറത്തു നിന്ന് മുങ്ങിക്കപ്പലിന് പ്രത്യേകിച്ച് കാഴ്ചകളൊക്കെ വളരെ കുറവായിരിക്കും. അപ്പം ഇപ്പം നമ്മൾ കാണുന്നത് രണ്ടാം വേൾഡ് വാറിൻ്റെ സമയത്ത് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു കപ്പലാണ്. ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ അണ്ടറിൽ അതിൻ്റെ ഒരു സന്ദർശകർക്ക് കാണാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു രംഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കുട്ടികളുടെ മാനസികമായ ഉല്ലാസത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഈ സിറ്റിയിൽ ഒരുപാട് പ്ലേ ഗ്രൗണ്ടുകൾ, പ്രത്യേകിച്ച് ഐസ് സ്കേറ്റിംഗ് ഡാൻസ് സെൻ്ററുകൾ കാണാൻ വേണ്ടി സാധിക്കും.
കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കുമൊക്കെ പ്രത്യേകമായിട്ടുള്ള ഇത്തരം സ്കാറ്റിംഗ് സെൻറ്ററുകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സിറ്റിയുടെ അകത്ത് തന്നെ ഒരുപാട് കലാകാരന്മാരുടെ പ്രകടനങ്ങൾ, അത് തെരുവ് പാട്ട് പോലെ, നമ്മുടെ നാട്ടിലൊക്കെ തെരുവ് പാട്ടുകാരൊക്കെ ചെയ്യുന്നത് പോലെ ഒരു തെരുവ് ഡാൻസും പാട്ടുമൊക്കെ നമുക്ക് ഈ സിറ്റിക്കകത്ത് പല ഭാഗത്തും വിനോദസഞ്ചാരികളെയും മറ്റുള്ളവരെയും ഒക്കെ വിശ്രമകാല ജീവിതത്തിൽ അവർക്കൊരു എൻഗേജ്മെൻ്റ് എന്ന നിലയ്ക്ക് ഇതിനെ അവർ കാണുകയാണ്. ആരും വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഓരോ നിമിഷവും ആസ്വദിക്കുന്ന ഒരു കാഴ്ച ആരും വെറുതെ ഇങ്ങനെ അലസനായി നിൽക്കുന്ന കാഴ്ച വളരെ വളരെ വിരളമായിട്ട് മാത്രമേ കാണൂ. വളരെ പഴക്കമുള്ള ഒരു തുറമുഖമായതുകൊണ്ട് തന്നെ അവിടെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ലൈറ്റ് ഹൗസ്, പൂർണ്ണമായും ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ലൈറ്റ് ഹൗസ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏകദേശം 120-130 വർഷം പഴക്കമുള്ള ഒരു ലൈറ്റ് ഹൗസാണിത്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും ഒരു കാറുണ്ടാവും, പക്ഷേ അമേരിക്കയിലെ തുറമുഖ പ്രദേശത്തൊക്കെ ഉള്ളവർക്ക് എപ്പോഴും ഒരു ബോട്ടുണ്ടാവും. ഒരു നല്ല അടിപൊളി VIP ബോട്ട് അവർക്കുണ്ടാവും. അവർ സ്വന്തം കാറിൽ തന്നെ ആ ബോട്ട് കടലിലിറക്കി കടലിൻ്റെ ഏകദേശം 2-3 കിലോമീറ്റർ ദൂരത്തൊക്കെ അവർ ഈ ബോട്ടിൽ യാത്ര ചെയ്ത് ഒരു ഉല്ലാസ യാത്രയായും അല്പം മീൻ പിടിക്കുന്ന ഒരു കാര്യത്തിനു വേണ്ടി ഇവർ ഈ ബോട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരു ബോട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ആ ബോട്ട് അവർ സ്വന്തം തന്നെ കടലിലിറക്കുക, സ്വന്തം തന്നെ അവർ ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി തൻ്റെ സ്വന്തം വണ്ടിയിലേക്ക് കയറ്റി വീട്ടിലേക്ക് പോകുന്ന ഒരു ശീലം, അത് സർവ്വസാധാരണയായിട്ട് ഇവിടുത്തെ ഒരു കാഴ്ചയാണ്. അപ്പോൾ വളരെ വിശക്കുന്നുണ്ട്, ഒരു ഫുഡ് കഴിക്കണം. അത് ഒരു ഇന്ത്യൻ ഫുഡ് കിട്ടുമോ അമേരിക്കയിൽ എന്നാണ് എൻ്റെ സംശയം. കുറേ ദിവസമായി അമേരിക്കൻ ഫുഡ് മാത്രമേ കഴിക്കുന്നു. ഒരു ഇന്ത്യൻ ഫുഡ് ഞാൻ അന്വേഷിക്കുമ്പോൾ ഇവിടെ ഹലാൽ ഗെയ്സ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ കാണുന്നുണ്ട്. ഹോട്ടലല്ല, ഒരു റെസ്റ്റോറൻറ്റ് പോലെ എന്താണ്. അത് നമുക്കൊന്ന് അവിടെ കയറി നോക്കാം എന്താണ് കിട്ടിയതെന്ന്. ഇന്ത്യൻ്റെ ടച്ചപ്പുള്ളൊരു ഫുഡാണെന്നാണ് പറയുന്നത്.
ഏതായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത്തരത്തിലുള്ള അമേരിക്കൻ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.